1974 മെയ് 19 ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ ജില്ലയിലുള്ള ബുധാന എന്നൊരു ഗ്രാമത്തിലാണ് നവാസുദ്ദീൻ സിദ്ദിഖി ജനിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ ഗ്രാമത്തിൽ നിന്നും പുറത്തു കിടക്കണം. അങ്ങനെ ഉത്തരാഖണ്ഡിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം നവാസ് കെമിസ്ട്രിയിൽ ബിരുദമെടുത്തു. പക്ഷെ നടനാവണമെന്നുള്ള മോഹം പണ്ടേ ഉള്ളിലുള്ളത് കൊണ്ട് ഡൽഹിയിലേക്ക് വണ്ടി കയറി. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ജോയിൻ ചെയ്യുക എന്നതായിരുന്നു നവാസിന്റെ ഡൽഹി യാത്രയുടെ പ്രധാന ലക്ഷ്യം. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ മിനിമം 10 പ്രൊഫഷണൽ നാടകങ്ങളിലെങ്കിലും നമ്മൾ അഭിനയിച്ചിരിക്കണം. പലരുടെയും കാല് പിടിച്ചും സുഹൃത്തുക്കളുമായൊത്ത് നാടകങ്ങൾ ചെയ്തും ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു. അങ്ങനെ നവാസുദ്ദീൻ സിദ്ദിഖിക്ക് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അഡ്മിഷൻ ലഭിച്ചു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും കാര്യങ്ങൾ അത്ര വെടിപ്പായിട്ടായിരുന്നില്ല നടന്നിരുന്നത്. പ്രൊഫഷണൽ ഡ്രാമ നടക്കുന്ന സ്ഥലം വൃത്തിയാക്കിയും പ്രധാന നടന്മാർക്ക് ചായ സപ്ലൈ ചെയ്തുമൊക്കെ നവാസുദ്ദീൻ സിദ്ദിഖി കഷ്ടപ്പെട്ട് ജീവിച്ചു. പക്ഷെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടായപ്പോൾ ഒരു സെക്യൂരിറ്റിക്കാരന്റെ ജോലിയും പാർട്ട് ടൈമായി ചെയ്തു. അങ്ങനെ നാടക സ്ഥലത്ത് ചായ കൊടുത്തും അവിടെ വൃത്തിയാക്കിയും ഉണ്ടാക്കിയെടുത്ത ചില കോണ്ടാക്റ്റുകൾ കാരണം ചില പ്രൊഫഷണൽ നാടകങ്ങളിൽ നവാസുദ്ദീൻ സിദ്ദിഖിക്ക് ചെറിയ ചെറിയ റോളുകൾ ലഭിച്ചു. പക്ഷെ പലപ്പോഴും അതിന് പ്രതിഫലമൊന്നും ലഭിക്കാറില്ലായിരുന്നു. നാടകം നടക്കുന്ന രാത്രിയിലെ ഡിന്നർ മാത്രമായിരുന്നു നവാസുദ്ദീൻ സിദ്ദിഖിക്ക് അന്ന് കിട്ടുന്ന അഭിനയത്തിന്റെ കൂലി. ഒരിക്കൽ 2.25 മണിക്കൂറോളം നീളമുള്ള ഒരു നാടകത്തിൽ നവാസുദ്ദീൻ സിദ്ദിഖി ഒരു മരമായി ഒറ്റ നിൽപ്പ് നിന്നു. അന്ന് പലരും തള്ളിയിട്ടും ആ റോൾ ഏറ്റെടുക്കാൻ നവാസുദ്ദീൻ സിദ്ദിഖി സമ്മതിച്ചതിനുള്ള പ്രധാന കാരണം ആ നാടകത്തിലെ നായക നടനായി അന്ന് അഭിനയിക്കുന്നത് സാക്ഷാൽ മനോജ് ബാജ്പേയി ആയിരുന്നു എന്നതുകൊണ്ടാണ്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിറങ്ങിയിട്ടും കാര്യമായ റോളുകളൊന്നും കിട്ടാത്തതിനാൽ കാര്യങ്ങൾ കുഴപ്പത്തിലായി. ഡൽഹിയിൽ പട്ടിണിയാണ്, നാടകങ്ങളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ നവാസുദ്ദീൻ സിദ്ദിഖി ഒരു തീരുമാനമെടുത്തു, എന്തായാലും ഇവിടെ പട്ടിണിയാണ്, അതുകൊണ്ട് എന്തുകൊണ്ട് ബോംബെയിൽ പോയി പട്ടിണി കിടന്നുകൂടാ? അവിടെ ആകുമ്പോൾ ചില സിനിമയിലെങ്കിലും അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാലോ. അങ്ങനെ 1999 നവാസുദ്ദീൻ സിദ്ദിഖി ബോംബെയിലേക്ക് കുടിയേറി. അവിടെയും കാര്യങ്ങൾ വളരെ കഷ്ടത്തിലായിരുന്നു. 1999 സർഫറോഷ് എന്ന അമീർ ഖാൻ അഭിനയിച്ച സിനിമയിൽ വെറും 2 മിനിറ്റിൽ താഴെയുള്ള ഒരു ചെറിയ റോൾ നവാസുദ്ദീൻ സിദ്ദിഖിക്ക് കിട്ടി. 1999 മുതൽ 2007 വരെ നവാസുദ്ദീൻ സിദ്ദിഖിക്ക് കടുത്ത സ്ട്രഗിളിംഗ് പീരീഡ് ആയിരുന്നു. പല സിനിമകളിൽ നിന്നും കിട്ടുന്ന ഓഫറുകൾ പലതും മുഖം പോലും കാണിക്കാത്ത ക്രൗഡിൽ നിന്നുകൊണ്ടുള്ള റോളുകളായിരുന്നു. പലതിനും പ്രതിഫലം പോലും ഉണ്ടാവാറില്ല. ഈ 5 സെക്കൻഡും 10 സെക്കൻഡുമുള്ള റോളുകൾ തരരുത്, കുറച്ച് ദൈർഘ്യമുള്ള റോളുകൾ തരൂ എന്ന് നവാസ് പലരോടും കെഞ്ചി പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ജീവിക്കാൻ വേണ്ടി നവാസുദ്ദീൻ സിദ്ദിഖി പല സീരിയലുകളിലും ചാൻസ് ചോദിച്ചു പോയി. പക്ഷെ പലയിടത്തു നിന്നും നവാസ് പുറന്തള്ളപ്പെട്ടു. നവാസുദ്ദീൻ സിദ്ദിഖിയെ അഭിനയത്തിന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് എക്സ്ട്രാ 1-2 ലൈറ്റുകൾ വെക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് തന്നെ അതൊക്കെ അധിക ചെലവാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ ഒഴിവാക്കിയതായിരുന്നു. 2004 വർഷം മുഴുവൻ നവാസുദ്ദീൻ സിദ്ദിഖിക്ക് കടുത്ത ദാരിദ്ര്യത്തിന്റെ വർഷമായിരുന്നു. ആകെ കിട്ടിയത് 3-4 ചെറിയ റോളുകൾ. അതിലെ വരുമാനം 1000 രൂപയിലും താഴെയായിരുന്നു. ജീവിക്കാൻ ബുദ്ധിമുട്ടിയ നവാസുദ്ദീൻ സിദ്ദിഖി പണ്ട് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ തന്റെ സീനിയറായി പഠിച്ചിരുന്ന ഒരാളെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നവാസുദ്ദീൻ സിദ്ദിഖിയോട് താമസിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, തനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണം 3 നേരം. ആ ഭക്ഷണം നവാസുദ്ദീനും കഴിക്കാം. കഷ്ടപ്പാടുള്ള ആ നേരത്ത് നവാസുദ്ദീൻ സിദ്ദിഖി കിട്ടിയ വലിയൊരു അനുഗ്രഹമായിരുന്നു ആ ഒരു ഡീൽ. എല്ലാം ഇട്ടെറിഞ്ഞ് വേറെ എന്തെങ്കിലും പണിക്ക് പോകാൻ വേണ്ടി പലരും നിർബന്ധിച്ചു. നവാസുദ്ദീൻ സിദ്ദിഖി പിന്മാറാൻ തയ്യാറായിരുന്നില്ല. 2007 ബ്ലാക്ക് ഫ്രൈഡേ, 2009 ദേവ്ഡി എന്നീ 2 സിനിമകളിൽ മോശമല്ലാത്ത ചെറിയ ചില വേഷങ്ങൾ നവാസുദ്ദീൻ സിദ്ദിഖിക്ക് ലഭിച്ചു. 2009 ഇറങ്ങിയ ന്യൂയോർക്ക് എന്ന സിനിമയിലെ പെർഫോമൻസ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ഇദ്ദേഹത്തിന് മറ്റാർക്കും ഇല്ലാത്ത രീതിയിലുള്ള ഒരു അഭിനയ ശൈലിയുണ്ടെന്ന് ആ സിനിമയോടുകൂടെ ആളുകൾ പറയാൻ തുടങ്ങി. 2012 പ്രശാന്ത് ഭാർഗവ സംവിധാനം ചെയ്ത ദി കൈറ്റ് എന്ന സിനിമ നവാസുദ്ദീൻ സിദ്ദിഖിയുടെ പ്രശസ്തി ലോകം മുഴുവനും എത്തപ്പെട്ടു എന്നതായിരുന്നു സത്യം. ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ എൻട്രിയായി ആ സിനിമ സെലക്ട് ചെയ്തിരുന്നു. നവാസ് തന്റെ സിനിമയിലെ ജൈത്രയാത്ര അപ്പോഴേക്കും തുടങ്ങിയിരുന്നു. കഹാനി എന്ന സിനിമയിലെ പ്രകടനം വളരെയധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഗാങ്സ് ഓഫ് വസിപൂർ 1 എന്ന സിനിമയിലേക്ക് സാക്ഷാൽ അനുരാഗ് കാശ്യപ് നവാസുദ്ദീൻ സിദ്ദിഖിയെ വിളിക്കുന്നത്. ഫൈസൽ ഖാൻ എന്ന പ്രധാന കഥാപാത്രം. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് കണ്ട ഉടനെ നവാസുദ്ദീൻ സിദ്ദിഖി ചെയ്തത് ഉത്തർപ്രദേശിലെ തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അവിടെയുള്ള ജമീന്ദാർമാരെയൊക്കെ ഒന്നുകൂടെ ഒബ്സർവ് ചെയ്യുക എന്നായിരുന്നു നവാസുദ്ദീൻ സിദ്ദിഖി ലക്ഷ്യം വെച്ചത്. എന്തിനാണ് അങ്ങനെ പോയതെന്ന് പിൽക്കാലത്ത് നവാസുദ്ദീൻ സിദ്ദിഖിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഗുണ്ടാ നേതാക്കന്മാരുടെ അതേ മാനറിസങ്ങളായിരുന്നു എന്റെ നാട്ടിലുള്ള പല ജമീന്ദാർമാരുടെയും. അവർ പറയുന്ന കാര്യങ്ങൾ ഭൂലോക പൊട്ടത്തരമാണെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാകുമെങ്കിലും അവർ പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടായിരിക്കും പറയുക. അതൊന്നുകൂടെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നവാസുദ്ദീൻ സിദ്ദിഖി തന്റെ ഗ്രാമത്തിലേക്ക് പോയത്. ഗാങ്സ് ഓഫ് വസിപൂറിൽ നവാസുദ്ദീൻ സിദ്ദിഖിയുടെ പ്രകടനം ഗംഭീരമായിരുന്നു. അതിനുശേഷം മിസ് ലവ്ലി, ഗാങ്സ് ഓഫ് വസിപൂർ 2, തലാഷ്, ലഞ്ച് ബോക്സ് എന്നീ സുപ്രധാന സിനിമകളിലൊക്കെ പ്രധാന വേഷങ്ങളിൽ നവാസുദ്ദീൻ സിദ്ദിഖി എത്തി.
8 പ്രാവശ്യം കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് സെലക്ട് ചെയ്യപ്പെടുകയും അവിടെ സ്ക്രീൻ ചെയ്യപ്പെടുകയും ചെയ്ത സിനിമയിൽ അഭിനയിക്കുന്ന ഏക നടൻ നവാസുദ്ദീൻ സിദ്ദിഖിയാണ്. അതിനുശേഷം അഭിനയിച്ച മാഞ്ചി ദി മൗണ്ടൻ മാൻ, രാമൻ രാഘവ് 2 എന്നീ സിനിമകളിലെ പ്രകടനം ഒരു രക്ഷയുമില്ലാത്തതായിരുന്നു. നവാസിന്റെ പ്രകടനത്തെ പറ്റി ലോക പ്രശസ്ത ഫിലിം ക്രിട്ടിക് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ലെജൻഡറി ആക്ടറായ സർ ആന്റണി ഹോപ്കിൻസ് സൈലൻസ് ഓഫ് ദ ലാംസ് എന്ന സിനിമയിൽ അഭിനയിച്ച അഭിനയത്തിന് സമാനതകളുള്ള പെർഫോമൻസ് ആയിരുന്നു രാമൻ രാഘവ് 2-ലെ നവാസുദ്ദീൻ സിദ്ദിഖിയുടെ പെർഫോമൻസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫിലിം ക്രിട്ടിക്സ് റിവ്യൂവിൽ നവാസിനെ പറ്റി എഴുതിയത്. 2018 ഇറങ്ങിയ മാൻടോ എന്ന സിനിമയിലെ പ്രകടനം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. അതിലെ പ്രകടനത്തിന് ഏഷ്യ പസഫിക് സ്ക്രീൻ അവാർഡിലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് നവാസുദ്ദീൻ സിദ്ദിഖിയെ തേടിയെത്തി. ഉത്തർപ്രദേശിലെ ഒരു കുഗ്രാമത്തിൽ നിന്നും സിനിമാ മോഹവുമായി വന്ന ഈ നടൻ ഇന്ന് എത്തി നിൽക്കുന്നത് ബോളിവുഡിലെ മികച്ച ഒരു നടനായിട്ടാണ്. അതൊരു ചെറിയ നിൽപ്പല്ല.